മീൻ വിൽക്കുന്ന ചേച്ചി പറയുന്നു, അയ്യോ നമ്മുടെ മോഹൻലാൽ. ഈ പണ്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, മലൈക്കോട്ടെ വാലിബൻ വടം വലിക്കുന്നു, വടം വിടുന്നു, കുത്തിയിരിക്കുന്നു, മുക്കുന്നു, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള്. ഇതേപോലെ വരുന്ന പല സാധനങ്ങളും ഫസ്റ്റ് ദിവസം അവരുടെ ഫാൻസ് തന്നെ തെറി വിളിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നമസ്കാരം, ഞാൻ ജയന്ത. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ലാലേട്ടന്റെ ബാറോസ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത ഒരു പടത്തിന്റെ ട്രെയിലർ പുറത്തു വന്നു. മികച്ച അഭിപ്രായമാണ് നാടെങ്ങും കേൾക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി മീൻ വാങ്ങാൻ ചന്തയിൽ പോയപ്പോൾ വരെ മീൻ വിൽക്കുന്ന ചേച്ചി പറയുന്നു, അയ്യോ നമ്മുടെ മോഹൻലാൽ മുട്ടയടിച്ചൊക്കെയാണല്ലോ ഈ പടം ചെയ്തേക്കുന്നത്, എന്തിനാണ് പുള്ളി മുട്ടയടിച്ച് ചെയ്തേക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ അതിമനോഹരമായിട്ടുള്ള ഒരു ട്രെയിലറാണ് ബാറോസ് എന്ന് പറയുന്ന ഒരു മൂവിയുടെ ട്രെയിലർ. എടുത്തു പറയാനുള്ളത് അതിന്റെ ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് നെഗറ്റീവ് ഒന്നും പറയേണ്ട കാര്യമില്ല. ക്യാമറയുടെ പിതാവായിട്ടുള്ള സന്തോഷ് ശിവനാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു പക്ക വിഷ്വൽ ട്രീറ്റ് ആണ് എന്തായാലും ബാറോസ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ നിന്ന് പ്രേക്ഷകർക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാര്യം ഈ ട്രെയിലറിൽ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പല ഇംഗ്ലീഷ് സിനിമകളും കാണത്തില്ലേ, അതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വിഷ്വൽ ക്വാളിറ്റി ഉണ്ടല്ലോ, അതെന്തായാലും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നേക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പല സിനിമയുടെ ട്രെയിലറും സിനിമയൊക്കെ കണ്ടാലും ഇതേപോലത്തെ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല. എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാല് മലയാളത്തില് ഇതേപോലെ ഒരു ഫാന്റസി, ഇത്രയും ഒരു ഫാന്റസി എന്തായാലും ആദ്യമായിട്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത, ഫാന്റസി ആണെങ്കിൽ അറിയാലോ, കാർട്ടൂൺ ഉണ്ട്, അതിനകത്ത് വേറെ പല ക്യാരക്ടറും വരുന്നുണ്ട്. പക്ഷെ ഒന്നുകിൽ കാർട്ടൂൺ ആണെങ്കിൽ മൊത്തത്തിൽ കാർട്ടൂൺ ആയിരിക്കാം, വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതായിരിക്കാം. പക്ഷെ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചിത്രമായിരിക്കും. എന്തായാലും മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ ക്രിസ്മസ് ലാലേട്ടൻ കൊണ്ടുപോകും എന്നുള്ളതിൽ നമുക്ക് ഒരു പേടിയും വേണ്ട. എന്തായാലും പുള്ളി തൂക്കി കഴിഞ്ഞു നമ്മുടെ ക്രിസ്മസ് പാപ്പയായി. ഇനി നമ്മുടെ വീട്ടിലെല്ലാം വരുന്നത് ബാറോസ് ലാലേട്ടനായിരിക്കും എന്ന് നമുക്ക് എന്തായാലും ഈ ഒരു ട്രെയിലർ കൂടി മനസ്സിലായി കാണും. ഇതേപോലെ ഈ പണ്ടൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞ്, അതിന്റെ ട്രെയിലറും ഇതേപോലെ പക്ക വിഷ്വൽ ക്വാളിറ്റിയും കാര്യങ്ങളും സെറ്റപ്പ് ചപ്പുചവർ ലാലേട്ടൻ വടം വലിക്കുന്നു, വടം വിടുന്നു, കുത്തിയിരിക്കുന്നു, മുക്കുന്നു, അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങള് വന്ന സാധനം ഇപ്പൊ എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും നമുക്കിപ്പോ അധികം പ്രതീക്ഷയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഇതേപോലെ വരുന്ന പല സാധനങ്ങളും ഫസ്റ്റ് ദിവസം അവരുടെ ഫാൻസ് തന്നെ തെറി വിളിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും നമുക്കൊരു നോർമൽ പരുവത്തിൽ ഈ ഒരു മൂവിക്ക് ഒരു പ്രതീക്ഷ കൊടുത്താൽ മതിയെന്ന് പ്രേക്ഷകൻ എന്നുള്ള രീതിക്ക് ഞാൻ പറയൂ.